ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു ചില്ലി ചിക്കൻ്റെതാണ്. ഒരു ചില്ലി ചിക്കൻ ഗ്രേവി. നമ്മുടെ ചാനലപ്പോൾ ഇതിനു മുമ്പ് ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. വളരെ നല്ല റെസിപ്പിയാണ്. ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല കമൻറ്റ്സ് പറഞ്ഞിട്ടുള്ളതും നമ്മുടെ ചാനലിൽ തന്നെ ഏറ്റവും ഹിറ്റായിട്ടുള്ള റെസിപ്പിയുമാണ്. അപ്പോൾ ഇത് അതിലെല്ലാം കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഈ ചില്ലി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. ഞാനിവിടെ എല്ലോടുള്ള ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചതാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പുപൊടിയും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ചേർക്കേണ്ടത് മുട്ടയാണ്. മുട്ട നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ വലിയ മുട്ടയൊക്കെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പകുതി ചേർത്താൽ മതിയാവും. മുട്ട കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിരുന്ന കുറച്ച് ചെറിയ മുട്ടയായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ചിക്കൻ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മസാല എല്ലാം ചിക്കനിൽ നല്ലതുപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടി മൂടി കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. പറ്റുമെങ്കിൽ 2 മണിക്കൂറൊക്കെ മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വറുത്തെടുക്കാം. ചിക്കൻ വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, അതുപോലെയുള്ള ഏതെങ്കിലും ഓയിൽ വേണം ഇതിൽ ഉപയോഗിക്കാനായിട്ട്. ഓയിൽ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കണം. അതിനുശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കണം. ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ കൂടുതൽ മൂത്ത് ഹാർഡായി പോകരുത്. 6-7 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ പാകത്തിന് മൂത്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കൂടുതൽ മൂത്ത് പോകരുത്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കൻ നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ചില്ലി ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. 2 മീഡിയം സവാള സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഇതുപോലെ ഓരോ അല്ലികളായിട്ട് അടർത്തിയെടുക്കണം. അങ്ങനെ അടർത്തിയെടുക്കുമ്പോഴത്തേക്കും സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുകയും കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇനി വേണ്ടത് ക്യാപ്സിക്കം ആണ്. ക്യാപ്സിക്കം ഇതുപോലെ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ ആണ്. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും പച്ചഭാഗവും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 4 പച്ചമുളക് നീളത്തിൽ കീറിയത്. ഒരു ബൗളിൽ 1.5 കപ്പ് വെള്ളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സോസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ചില്ലി ചിക്കനിൽ ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും കാശ്മീരി ചില്ലിപ്പൊടിയും ചേർക്കുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് 3 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കട്ടയില്ലാതെ ഇളക്കി മാറ്റി വെക്കണം. കോൺഫ്ലവറും സോസും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കട്ടയില്ലാതെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടാകുമ്പോഴേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും
സ്പ്രിംഗ് ഒണിയൻ്റെ വെളുത്ത ഭാഗവും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കാപ്സിക്കവും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും കാപ്സിക്കവും പച്ചമുളകും ചേർത്തതിന് ശേഷം സ്റ്റവ് ഹൈ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കാം. സവാളയും കാപ്സിക്കവും ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസും കൂടെ ചേർത്ത് കൊടുക്കാം. സോസ് ചേർത്ത് കഴിഞ്ഞ് 2 മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞ് 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യണം. സോസും കോൺഫ്ലവറും എല്ലാം നന്നായിട്ട് കുക്കായി ചിക്കൻ കഷ്ണങ്ങളിലൊന്ന് പിടിച്ച് വരണം. ചില്ലി ചിക്കൻ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ റെഡ് കളർ കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ കളറൊന്നും ചേർക്കുന്നില്ല. കുട്ടികൾക്ക് കൊടുക്കാനെങ്കിലും നമ്മൾ കളറൊന്നും ചേർക്കാത്തതാണ് നല്ലത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്പ്രിംഗ് ഓണിയനും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഗ്രേവി എല്ലാം ചിക്കനിൽ പിടിച്ച് ചിക്കൻ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്